ഇത് കറ്റാർ വാഴയാട്ടോ. കറ്റാർ വാഴന്റെ തണ്ടുകളാണ് ഇതൊക്കെ. കറ്റാർ വാഴ പണ്ട് കറ്റാർ വാഴ വീടുകളിലൊക്കെ നിറച്ചുള്ള സമയത്ത് കറ്റാർ വാഴന്റെ ഷാമ്പു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പറയണ കേട്ടിട്ടുണ്ടേ, കറ്റാർ വാഴ വീട്ടിലുണ്ടാകുമ്പോ ആരെങ്കിലും ഷാമ്പു ഇറങ്ങിയ പൈസയും ചെലവാക്കിയിട്ട് വാങ്ങി തേക്കുവോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പില്ലേ, കടയിൽ പോയിട്ട് കറ്റാർ വാഴന്റെ ഷാമ്പു ഉണ്ടോ ചോദിക്കും. കറ്റാർ വാഴ ആരിത് മെനക്കെട്ട് ഇതിന്റെ ജെല്ലൊക്കെ എടുത്തിട്ടേ തേക്കാൻ നിൽക്കണത്, കറ്റാർ വാഴന്റെ ഷാമ്പു കിട്ടും, അത് വാങ്ങി തേക്കാ പറയും. മനുഷ്യന്റെ അവസ്ഥ മനസ്സിലായി. അപ്പൊ അവര് ബിസിനസ്സുകാര് എത്ര മുൻകൂട്ടി നമ്മുടെ ചിന്താഗതി എങ്ങനെയൊക്കെ പോകുന്നുണ്ട്, ലോകം എങ്ങനെ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയില്ലേ പറ. അതുകൊണ്ടാണ് അവര് കറ്റാർ വാഴകൾ നിറയെ ഇഷ്ടം പോലെ എല്ലാ വീടുകളിലും ഉണ്ടാകുമ്പോഴും കറ്റാർ വാഴ ഷാമ്പു അത്രയും ധൈര്യത്തിൽ ഇറക്കിയത്. അവരെ സമ്മതിക്കണം കേട്ടോ. നമസ്കാരം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് കറ്റാർ വാഴന്റെ പൂവാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. രാവിലെ നോക്കുമ്പോഴേ സൂപ്പറായിട്ടുണ്ട്. അതുകൊണ്ടോ അതിന്റെ മോവും അതിന്റെ പൂവും ഇങ്ങനെയാട്ടോ വരിക. ഈ കറ്റാർ വാഴ 3 വർഷം നമ്മൾ ഇത് വെച്ചാ, അങ്ങനെ നമ്മളത് പറിക്കാതെ വെച്ചാൽ മാത്രമേ ഈ പൂവുണ്ടാവുള്ളൂ കേട്ടോ. ഇത് കണ്ടോ കറ്റാർ വാഴ, അതിന്റെ കുട്ടികളാട്ടോ കറ്റാർ വാഴന്റെ. പണ്ട് കറ്റാർ വാഴ ഷാമ്പു ഇറങ്ങുമ്പോഴേ മിക്കവാറും വീട്ടിൽ കറ്റാർ വാഴയുള്ളവരൊക്കെ പറയേ, ഈ കറ്റാർ വാഴന്റെ ഷാമ്പു ഇറങ്ങിയിട്ട് ആര് വാങ്ങി തേക്കണ, പൈസയും ചെലവാക്കിയിട്ട്. വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടാകുമ്പോ പറയേ. ഇപ്പൊ നോക്കിയോ, കറ്റാർ വാഴ വീട്ടിലുണ്ടെങ്കിലും കറ്റാർ വാഴ ഷാമ്പു വാങ്ങി തേക്കും. കറ്റാർ വാഴ ആരെടുത്ത് ഇത് മെനക്കെടാൻ നിൽക്കണ പറയും. ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ.